ഡിയേഴ്സ്, മണി ആൻഡ് ബാങ്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ക്വാളിറ്റേറ്റീവ് ടൂൾസും ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസും. ഇതെന്തിനാ RBI യൂസ് ചെയ്യുന്നത്? മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിന്റെ വർക്കിംഗ് ഒരു മിനിറ്റിൽ പഠിച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന സമയം മണി സപ്ലൈ കൂടി നിൽക്കുന്ന ടൈമാണെന്ന് ആലോചിച്ച് വെക്കുക. ഡീഫ്ലേഷൻ സമയത്ത് മണി സപ്ലൈ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ LRR, ലീഗൽ റിസർവ് റേഷ്യോ, എന്തൊക്കെയുണ്ട്? CRR ഉണ്ട്, SLR ഉണ്ട്. ഇത് ഇൻഫ്ലേഷൻ സമയത്ത് കൂട്ടുകയും ഡീഫ്ലേഷൻ സമയത്ത് കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് പിന്നിൽ ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി യൂട്യൂബ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ഒരു മിനിറ്റിൽ കൂടി പോകും. അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ്. അതായത് നമ്മുടെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിനെയും വിൽക്കുന്നതിനെയുമാണ് OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ സമയത്ത് അത് സെല്ല് ചെയ്യുകയും ഡീഫ്ലേഷൻ സമയത്ത് അത് ബൈ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി റിപ്പോ റേറ്റ് നമ്മുടെ LRR പോലെ തന്നെ ഇൻഫ്ലേഷൻ സമയത്ത് കൂട്ടും, ഡീഫ്ലേഷൻ സമയത്ത് കുറയ്ക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈ കൂടിയ ടൈമാണ്. സോ LRR കൂട്ടും, റിപ്പോ റേറ്റും കൂട്ടും. ഡീഫ്ലേഷൻ മണി സപ്ലൈ കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് രണ്ടും കുറയ്ക്കും. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ നിങ്ങൾ ഇൻ സെൽ എന്ന് പഠിച്ചു വെക്കുക. ഇൻഫ്ലേഷൻ സമയത്ത് സെല്ല് ചെയ്യും, ഡി ബൈ എന്ന് പഠിച്ചു വെക്കുക. ഡീഫ്ലേഷൻ സമയത്ത് അത് ബൈ ചെയ്യുമെന്നും പഠിച്ചു വെക്കുക. അപ്പം ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ 10 days സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ മക്കളും അതിലും പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.